നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗർ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ടുള്ളതാണ്. ആരും സെൽഫ് ഡയഗ്നോസ് ചെയ്യാൻ അത് ഉപയോഗിക്കരുത്. അത് മറ്റുള്ളവരെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റെട്രോ ആക്റ്റീവ് ജലസി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലൈവിൽ ഒരാൾ ചോദിച്ചിരുന്ന കാര്യമാണ്. അതായത് റെട്രോസ്പെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. റെട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിലേക്ക് പോയി അതിനെ ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറയും റെട്രോ ആക്റ്റീവ് ആകുമ്പോൾ പാസ്റ്റിനെ ആക്റ്റീവ് ആക്കി നിർത്തിക്കൊണ്ട് നമുക്കൊരു ജലസി ഫോം ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അപ്പം അസൂയ, കുശുമ്പ്, കുന്നായ്മ എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ പാസ്റ്റിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത്. അപ്പൊ റെട്രോ ആക്റ്റീവ് ജലസിയില് ഒരു പാർട്ട്ണർക്ക് അയാളുടെ പാർട്ട്ണറുടെ പാസ്റ്റിലുള്ള ചില റിലേഷൻഷിപ്സിനെ വെച്ചിട്ട് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, ത്രെട്ട് ഫീൽ ചെയ്യും. അങ്ങനെയൊന്നും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അയാൾക്ക് ഇൻസെക്യൂർ ആകുകയാണ്. അയാൾക്ക് ഭയങ്കരമായിട്ട് ആ പാസ്റ്റ് എക്സ്പീരിയൻസ് പോലും അയാൾക്ക് എന്നെ ഇപ്പോഴും ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു ഫീലിങ്. ഞാൻ ആ പാർട്ട്ണറിന്റെ അത്രയും കൊള്ളാവുന്ന ആളല്ലേ, അപ്പൊ അവൾക്ക് മറ്റേ പാർട്ട്ണറെയാണോ അല്ലെങ്കിൽ അവന് മറ്റേ പാർട്ട്ണറെയാണോ കൂടുതൽ താല്പര്യം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇവർ പോവുകയും ഇവർ ആ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളെ പറ്റി എപ്പോഴും ഇങ്ങനെ സംസാരിക്കുകയും കുത്തിപ്പറയുകയും അതിനെ കളിയാക്കുകയും അതുപോലെ തന്നെ നമ്മളെ ഒരുമാതിരി വളരെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കും. അതുപോലെ ആരോടെങ്കിലും നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ എത്രയെങ്കിലും ഒന്ന് അടുത്തിടപഴകിയാൽ ഉടനെ അതെടുത്തുകൊണ്ട് അതിനെ കണക്ട് ചെയ്ത് പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പും ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ആ കാര്യങ്ങളെല്ലാം അങ്ങനെ വളച്ചൊടിച്ച് നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഫോക്കസ് വിത്ത് ദാറ്റ് പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പിനെ വെച്ചിട്ട് ഇങ്ങനെ പോക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവർ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഒരാള് അങ്ങനെ ചെയ്യുന്നതിന് പല റീസൺസ് ഉണ്ട്. അയാൾ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ആളായിരിക്കാം. അയാൾക്കൊരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പോലെ ഒരു കാര്യം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അയാള് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അയാൾക്കൊരു ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടായിരിക്കും അയാൾക്ക്. അതുപോലെ തന്നെ അബാൻഡൻമെന്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. പേടിയായിരിക്കാം, എനിക്കിതെല്ലാം കൈവിട്ടു പോകുമോ എന്നുള്ള പേടി ഉണ്ടായിരിക്കാം. ഇനി ഇതിന്റെ കൂടെയുള്ള പാർട്ട്ണർ കുറച്ച് സ്ട്രോങ് കൂടാണെങ്കിൽ കഴിയുന്ന കാര്യങ്ങൾ മൊത്തം പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെട്രോ ആക്റ്റീവ് ജലസി എന്ന് പറയുന്നത് ഡീല് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തോണ്ട് വന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജലസിയും അതിൽ നിന്ന് വന്നിട്ടുള്ള ഇൻസെക്യൂരിറ്റീസും ആ ത്രെട്ടും എല്ലാം കൂടെ ചേർന്ന് ഒരു ഫിയർ ഉണ്ടായിട്ട് വളരെ ഡിസ്ട്രക്റ്റീവ് ആവും നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കോഞ്ചുഗൽ റിലേഷൻഷിപ്പിൽ വളരെയേറെ ഇഷ്യൂസ് ഉണ്ടാവും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വളരെയേറെ ഇഷ്യൂസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്നേഴ്സ് ലവേഴ്സ് ആണെങ്കിലും മതി, അതിനകത്ത് പാസ്റ്റിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്ത് ഇതിന്റെ ചില സിംറ്റംസ് ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്ലി നമ്മളെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ പോകുന്നു, ആരോട് എന്ത് പറയുന്നു, കുറച്ചു നേരം കൂടുതൽ ഫോണിലാണെങ്കിൽ ആരോടായി, എന്താ വാട്സപ്പിലാണെങ്കിലോ ഇതിലാണെങ്കിലോ എന്താ ചെയ്യണേ എന്നുള്ളൊരു ഫീലിംഗ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിൽ നമ്മുടെ എക്സിനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അവരെന്താ പോസ്റ്റ് ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഫേക്ക് അക്കൗണ്ടുകൾ പോലും ഉണ്ടാക്കിയിട്ട് ഇവരെ ഇങ്ങനെ നോക്കാനായിട്ട് നോക്കും. അതുപോലെ തന്നെ പാസ്റ്റിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ചോദിക്കുക, എങ്ങനെയായിരുന്നു അവരുടെ റിലേഷൻ, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള വലിയൊരു ഉത്സാഹം ഇവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പഴയ അവരുടെ സുവനീർസ്, കോളേജിലെ സുവനീർസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തപ്പിപ്പിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ ഇവർ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ പാർട്ട്നേഴ്സ് ഇത് വേഴ്സ് ആകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പാർട്ട്ണർ തന്നെ ആർക്കാണോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആ പാർട്ട്ണർ തന്നെ ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഈ മറ്റേ പാർട്ട്ണർ അയാള് വേഗം കമ്പാരിസണിലേക്ക് കയറും. കണ്ടോ, ആ ആൾ ഇങ്ങനെ ഇപ്പം എ എന്ന് പറയുന്ന ആൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, ബി എന്ന് പറയുന്ന ആളാണ് ഈ റെട്രോ ആക്റ്റീവ് ജലസി ഉള്ള ആളെങ്കിൽ എ ഇങ്ങനെ പറയാണ്, എൻ്റെ എക്സ് എന്ന് പറയുന്ന ആള് എനിക്കത് അന്നേരം ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കാണിച്ചിരുന്നു, അന്നേരം ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ടൂർ പോകാൻ നേരത്തേക്ക് നമ്മൾ പറയാം, നമ്മൾ അന്ന് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ എക്സ് കോളേജിലുണ്ട്, അപ്പൊ ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഇതും അതും തമ്മിൽ കമ്പാരിസണും അതും ഇതുമല്ല. ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയണേ, കമന്റ് പറയണേ, നിനക്ക് അല്ലെങ്കിലും അവരുടെ കൂടെ പോകുമ്പോഴാണല്ലോ ഇതൊക്കെ രസിക്കാൻ പറ്റുക, അല്ലാതെ ഇവിടെ നമ്മളിപ്പം എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ഇതൊക്കെ റെട്രോ ആക്റ്റീവ് ജലസിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ എന്നെക്കാൾ കൂടുതൽ എന്താണ് അവർക്ക് ഉണ്ടായിരുന്നത്, ഞാൻ എന്താണ് നിനക്ക് അവിടെ ഇതിലായിട്ട് ഇഷ്ടപ്പെട്ടത്, ഇങ്ങനത്തെ കുറേ ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കും ഒക്കെ ഇവർ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ റെട്രോ ആക്റ്റീവ്
ജലസി എന്ന് പറയുന്നത് നമ്മൾ ആളി കത്തിക്കാൻ ഇടയാകുന്ന 1-2 കാര്യങ്ങളാണ്. നമ്മൾ അവരുടെ എന്തെങ്കിലും മെമ്മറിക്കായിട്ട് അവരുടെ കാര്യങ്ങൾ സൂക്ഷിക്കുക. എന്തെങ്കിലും ഒരു കാര്യം മെമ്മറിക്കായിട്ട് സൂക്ഷിച്ചാൽ കയ്യിൽ നിന്ന് പോകും. ഇത് ചിലരൊക്കെ പേഴ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇവരുടെ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ വെക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിനകത്തോ എവിടെയെങ്കിലും ഇവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ചാറ്റോ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും നിങ്ങൾ ഫോളോവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ആളി കത്തിക്കാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ റെട്രോ ആക്റ്റീവ് ജലസിയിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഈ വ്യക്തി ആർക്കാണോ ജലസിയുള്ള ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ വ്യക്തികൾക്കും പാസ്റ്റ് ഉണ്ട്. ഈ വ്യക്തിക്കും പാസ്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പം ഈ വ്യക്തിയുടെ ആ പാസ്റ്റിലുള്ള ഇൻസെക്യൂരിറ്റി, ചിലതെന്ന് പറയുന്നത് ഞാൻ റിജക്ട് ചെയ്യപ്പെട്ടു കുറെ ആളുകൾ, ഞാൻ ചില ആളുകളോട് പ്രപ്പോസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എനിക്കൊരാളോട് ഇഷ്ടമുണ്ടായപ്പോൾ ഞാൻ റിജക്ട് ചെയ്യപ്പെട്ടു. ഇത് റെട്രോ ആക്റ്റീവ് ജലസിയിലേക്ക് കൊണ്ടുപോകാം. ഇനി അതല്ലെങ്കിൽ എനിക്ക് ആളുകളോട് പറയണം എനിക്ക് അവരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര പേടിയുള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി, ഞാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരാളാണോ, ഞാൻ റിജക്ട് ചെയ്യപ്പെടുമോ എന്നുള്ള റിജക്ഷൻ, ഫിയർ ഓഫ് റിജക്ഷൻ, ഇതും ഇവരെ റെട്രോ ആക്റ്റീവ് ജലസിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത. പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, പിന്നെ ബോഡി ഷെയ്മിങ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബുള്ളിങ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെട്രോ ആക്റ്റീവ് ജലസിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് കുറവ്, അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമുക്കൊരു ലോ ഫീല് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സൗന്ദര്യത്തിലായാലും ശരി, പഠിത്തത്തിലായാലും ശരി, ജോലിയിലായാലും ശരി, കേപ്പബിലിറ്റിയിലായാലും ശരി, അങ്ങനെ വന്നു കഴിയുമ്പോൾ പാർട്ട്ണർക്ക് പാസ്റ്റിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ റെട്രോ ആക്റ്റീവ് ജലസി ആളിക്കത്താനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും റെട്രോ ആക്റ്റീവ് ജലസി ഉള്ള ആൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവരിബഡി ഹാസ് പാസ്റ്റ്. നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുമ്പോഴോ നമ്മളെ ജീവിതത്തിലേക്ക് ഒരാളെ പാർട്ട്ണറായിട്ട് കൂട്ടുമ്പോഴോ അവർക്ക് പാസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ പാസ്റ്റ് അവിടെ കളഞ്ഞിട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആർ വി ടുഗെദർ, നമുക്ക് പരസ്പരം ട്രസ്റ്റിലേക്കും പരസ്പരം ഷെയറിങ്ങിലേക്കും കെയറിങ്ങിലേക്കും ലവും ചെയ്ത് പോകാനായിട്ട് പറ്റുമ്പോൾ പാസ്റ്റ് അവിടെ വിട്ടിട്ട്, രണ്ടുപേരുടെയും പാസ്റ്റ് അവിടെ വിടുക, എന്നിട്ട് പാസ്റ്റ് ലേണിംഗ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനകത്തേക്ക് കൊണ്ടുപോകും. ആ ലേണിങ്ങിനെ എടുത്തുകൊണ്ട് നമുക്ക് മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പാസ്റ്റ് പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രസന്റ് ഈസ് നോട്ട് ദാറ്റ്, ഫ്യൂച്ചർ ഈസ് ഓൾസോ നോട്ട് ദാറ്റ്, ആൻഡ് യു നീഡ് ടു ഹാവ് ബെറ്റർ പാസ്റ്റ് ടു ബി ക്രിയേറ്റഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല നാഷണാലിറ്റീസുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ചില യൂറോപ്യൻസും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഫാമിലി ലൈഫ് ആൻഡ് മാരിറ്റൽ ലൈഫിലേക്കൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്, ഹിസ് എ യൂറോപ്യൻ, പുള്ളി പറഞ്ഞ കാര്യം, സൂസൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരൊന്നും അല്ല, ഞങ്ങൾ എല്ലാവരും ഫാമിലിക്ക് അത്ര ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കാര്യത്തിൽ. വേറൊരു കാര്യത്തിലും ഫാമിലി വാല്യൂസ്, എത്തിക്സ്, ഫാമിലി ബോണ്ടിങ്, കെയർ, സപ്പോർട്ട്, അങ്ങനെ ഒരു കാര്യത്തിലും നിങ്ങളും ഞങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. വി ഓൾ ഹാവ് ദാറ്റ് ഫാമിലി കൾച്ചർ, ദാറ്റ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഫോർമേഷൻ, ബോണ്ടിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യമാണ് ഞങ്ങൾ നോക്കുന്നത്, നിങ്ങൾ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ ഭയങ്കര ബോധോടാണ്. വി ആർ നോട്ട് ബോധഡ് അബൌട്ട് എ പേഴ്സൺസ് പാസ്റ്റ്. We are not bothered about a person's past relationship. We are bothered about from the day one we two are together. അതിനകത്ത് നമ്മൾ എത്രമാത്രം കമ്മിറ്റഡ് ആണ്, എത്രമാത്രം ട്രസ്റ്റ് വർത്തിയാണ്, അതാണ് ഞങ്ങൾ നോക്കുക. നിങ്ങൾ ഒരാളുടെ പാസ്റ്റിലെ ചരിത്രം മുഴുവൻ അന്വേഷിച്ചുകൊണ്ട് പോകും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഹി ഹാസ് ലേൺ സംതിങ് അബൌട്ട് അവർ നോർമലി വാട്ട് വി ഡു. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, ശരിയാണ്, നമ്മുടെ പല ആൾക്കാരും അവർക്ക് പാസ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, അവർ ആരുടെ കൂടെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇവർ പറഞ്ഞു, ഞങ്ങള് പ്രസന്റില് ഞങ്ങളിപ്പം ഒന്നിച്ചു പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ അതിൽ എത്രമാത്രം കമ്മിറ്റഡ് ആയിരിക്കും, എത്രമാത്രം എനിക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാം, പരസ്പര വിശ്വാസങ്ങളും ഒക്കെ എത്രമാത്രം ഉണ്ട്. കാരണം ആളുകൾക്ക് പാസ്റ്റ് ഉണ്ടാകാം, പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകാം. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറെ നാർസിസിസ്റ്റുകളും ഡാർക്ക് ട്രയാഡും ഡാർക്ക് ടെട്രാഡും ഒക്കെ, ഈ ഡാർക്ക് പേഴ്സണാലിറ്റീസ് ഇങ്ങനെ നടക്കുന്നിടത്ത് ഒരാൾക്ക് ഫ്രീഡം ഓഫ് സെപ്പറേറ്റിംഗ് ഫ്രം ദാറ്റ് എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പല റിലേഷൻഷിപ്പിൽ നിന്നും പല കാര്യങ്ങൾ കൊണ്ട് ഇറങ്ങുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ ശിക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ അവർ പറയുന്ന കാര്യം തന്നെയാണ് ശരിയെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എല്ലാവർക്കും പാസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് മനസ്സിലെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, എല്ലാവർക്കും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ പ്രസന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ എന്ത് ഇൻസെക്യൂരിറ്റി ഇഷ്യൂസ് ആണുണ്ട് അതിനെ കറക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ അതിനെ കറക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണോ, ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണോ നിങ്ങളുടെ, അതിൽ വർക്ക് ചെയ്യുക. അത് നിങ്ങൾ വർക്ക് ചെയ്തെടുത്ത് നിങ്ങൾ പരസ്പര വിശ്വാസത്തോടെ പോയാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകത്തുള്ളൂ. പാസ്റ്റും എടുത്തുകൊണ്ട് കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഗതി കയ്യിൽ നിന്ന്
കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകും. അതൊരു ഡിസ്ട്രക്റ്റീവ് മാരേജിലേക്ക്, ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി റിലേഷൻഷിപ്സിലേക്കൊക്കെ അത് ലീഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സീക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും പ്രോഗ്രസീവ് ആയിട്ടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനെ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.